ഒരുപാട് പേര് എന്നോട് സംശയം ചോദിച്ച ഒരു കാര്യമാണ് പോൺ അഡിക്ഷനെ കുറിച്ച്. ഈ പോൺ അഡിക്ഷൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പലരും നമുക്കിടയിൽ തന്നെ ഉണ്ട്. ഈ ഒരു പ്രശ്നങ്ങൾ അവർക്ക് മാറ്റണമെന്ന് അതിയായ ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷേ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലാണ് ഈ ഒരു അഡിക്ഷനെ മാറ്റാൻ പറ്റുകയെന്ന് പലർക്കും അറിയില്ല. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു അഡിക്ഷന് മാറ്റാൻ സഹായിക്കുന്ന ഒരു 6 ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഡോക്ടർ ഷിംന, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ക്ലിനിക്കിൽ വരുന്ന ചില പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടറെ ഞാൻ ഒരു ഡെയിലി 5-6 തവണ ഈ സ്വയംഭോഗം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ഇത് ചെയ്തത് കാരണം പല പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ട്. എനിക്കറിയാം ഇതിങ്ങനെ ചെയ്യുന്നത് എൻ്റെ ശരീരത്തിന് നല്ലതല്ല, നിർത്താൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല. ഇത് ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുന്നത് കാരണം എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഒന്നിലും എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല, ഞാൻ എൻ്റെ ശരീരം മെലിഞ്ഞു പോവുകയാണ്. ഇങ്ങനെയെല്ലാം ഞാൻ അനുഭവിക്കുന്നുണ്ട്, പക്ഷേ എനിക്കിത് നിർത്താൻ സാധിക്കുന്നില്ല. അതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കും. ചിലർ പറയൽ ഇങ്ങനെ ഈ ഒരു സ്വയംഭോഗം ചെയ്യാണ്ട് അല്ലെങ്കിൽ പോൺ വീഡിയോസ് കാണാണ്ട് ഇവർക്ക് ഒരു ദിവസം കടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് തെറ്റാണെന്ന് അറിയാം, പക്ഷേ ഇത് ചെയ്യാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഇത് നിർത്താൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല എന്ന്. വേറെ ചില ആൾക്കാർ പറയാറ്, ഇങ്ങനെ ഈ ഒരു വീഡിയോസ് കൂടുതലായി കണ്ട് സ്വയംഭോഗം ചെയ്യുന്നത് കാരണം എനിക്ക് നോർമലി ഇല്ല ഒരു സെക്ഷൽ ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഭാര്യനെ കാണുമ്പോൾ ഉദ്ധാരണം നടക്കുന്നില്ല, പക്ഷേ സെക്ഷലി റിലേറ്റഡ് ആയിട്ടില്ല എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ കേൾക്കുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമല്ല, എനിക്ക് ഉദ്ധാരണം ശരിക്ക് നടക്കും, ഇങ്ങനെയെല്ലാം പറയും. പക്ഷേ ഇതൊരു ശരിയായ കാര്യമല്ല. ഇതെനിക്ക് മാറ്റാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കിത് സാധിക്കുന്നില്ല ഡോക്ടറെ എന്നാണ് അവർ പറയാറുള്ളത്. വേറെ ചില ആൾക്കാർ നമ്മുടെ ക്ലിനിക്കിൽ വരുന്നവർ പറയാറ്, ഡോക്ടറെ ഞാൻ ഈ കൂടുതലായിട്ട് പോൺ വീഡിയോസൊക്കെ കാണും, ഇങ്ങനെ മാസ്റ്റർബേഷൻ ചെയ്യുന്ന ഒരാളാണ്, എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫീമെയിൽ കൊളീഗ്സ് അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടികൾ എനിക്ക് കാണാൻ അവരോട് സംസാരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഈ ഒരു സെക്ഷൽ ഫീലിങ്സ് വരുമോ എന്നില്ല ഒരു ടെൻഷനാണ്. ഞാൻ അത്രയും ആ ഒരു വേർജിലാണ് നിൽക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ ഒരു പ്രശ്നം മാറ്റുക എന്ന് എനിക്കറിയില്ല, ഇതിനെന്തെങ്കിലും വഴി ഉണ്ടോയെന്നെല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇവരുടെ ഈ ഒരു അഡിക്ഷൻ നിർത്താൻ സഹായിക്കുന്ന ഒരു 6 ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കണം. ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, അതെന്താ ഡോക്ടർ ഇങ്ങനെ പറയുന്നത്, ഈ മാസ്റ്റർബേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ലേ, പല പഠനങ്ങളും പറയുന്നത് ഇങ്ങനെ ചെയ്യണം നല്ലേന്ന്, അങ്ങനെയാണല്ലോ എല്ലായിടത്തും കേൾക്കുന്നത്, പിന്നെ ഈ ഡോക്ടർ എന്താ ഇങ്ങനെ പറയുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ശരിയാണ്, സ്വയംഭോഗം ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ഒരു ഉറക്കം ശരിയായ രീതിയിൽ നടക്കാൻ അല്ലെങ്കിൽ സെക്ഷൽ ഡ്രൈവ് കൂട്ടാൻ, ഇനി എന്തെങ്കിലും സ്ട്രെസ്സോ സങ്കടമോ ഉണ്ടെങ്കിൽ അവിടെ ഒരു റിലാക്സേഷൻ കിട്ടാൻ, അതല്ലെങ്കിൽ ഈ പെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽക്കൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് മാസ്റ്റർബേഷൻ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഇത് എത്ര അളവിൽ ചെയ്യണം എന്നെവിടെയും ഒരു കണക്കും പറഞ്ഞിട്ടില്ല. ഈ റെഡ് വൈൻ കുടിക്കുന്നത് ഹൃദയത്തിന് നല്ലതാണ്. നമ്മുടെ മദ്യപാനികൾ പറയുന്ന ഒരു എക്സ്ക്യൂസ് ഇത് തന്നെയാണ്, ഈ റെഡ് വൈൻ കുടിക്കുന്നത് ഹാർട്ടിന് നല്ലതല്ലേ, പിന്നെ ഇത് കുടിച്ചുകൂടെയെന്ന്. പക്ഷേ ഇതും എത്ര ക്വാണ്ടിറ്റിയിൽ, അതായത് എത്ര പെഗ് അല്ലെങ്കിൽ എത്ര ml ആണ് കുടിക്കുന്നത് നല്ലതെന്ന് എവിടെയും കണക്ക് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു മാസ്റ്റർബേഷൻ്റെ കാര്യത്തിലും. ഇത് എത്ര അളവിൽ ചെയ്യുന്നതാണ് ശരീരത്തിന് നല്ലതെന്ന് ഒരു പഠനത്തിലും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്ത് തന്നെ ആയാലും ഒരു ഡെയിലി ലൈഫിൽ നമ്മുടെ ഒരു ഡെയിലി ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് ഇങ്ങനെ സ്ഥിരം ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ല. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇങ്ങനെ ഒരു അഡിക്ഷൻ ഇല്ല ആളുകളെ
തിരിച്ചറിയാൻ പറ്റുക. അതല്ലെങ്കിൽ നമുക്ക് തന്നെ ഈ ഒരു അഡിക്ഷൻ ഉണ്ടോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് ഉള്ളൊരു കാര്യമാണ്. വളർന്നു വരുന്ന കുട്ടികൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് അവരനുഭവിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില വഴിയാണ് ഇത്. ആദ്യം തന്നെ ഇവർ ഏതൊരു സാഹചര്യത്തിലും ഇവർ ഈ ഒരു പോൺ വീഡിയോസ് കാണാനോ അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ ചെയ്യാനോ ഉള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കും. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ അവർ ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ ഇനി വീട്ടിലാണെങ്കിൽ തന്നെ ആരെങ്കിലും വരുന്നൊരു സാഹചര്യമാണോ സമയമാണോ എന്നൊന്നും ഇവർ നോക്കാറില്ല. ഇവർക്ക് ചെയ്യാൻ തോന്നുന്ന ആ ഒരു സമയത്ത് എന്ത് തന്നെ ആയാലും ഇവർ ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കും. ഇനി വലിയ ആൾക്കാരാണെങ്കിൽ അവരവരുടെ വർക്ക് സ്പേസിൽ ഇങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കും, ഇങ്ങനെ ചെയ്യാൻ തുടങ്ങും. ഇനി വലിയ ആൾക്കാരാണെങ്കിൽ അവരവരുടെ വർക്ക് സ്പേസിലാണ് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ സ്വയംഭോഗം ചെയ്യുന്നത് കാരണം ഇവരുടെ ഒരു പ്രൊഡക്ടിവിറ്റിയിൽ അത് ബാധിക്കും. അതുപോലെ തന്നെ ഇവർക്ക് കോൺസെൻട്രേഷൻ കുറയും, ഇവരുടെ ശരീരം മെലിഞ്ഞ് വരാൻ തുടങ്ങും. പിന്നെ ഇവരുടെ മുടി കൊഴിച്ചിൽ, അങ്ങനെ പല പ്രശ്നങ്ങളും ഇവർക്ക് അനുഭവിക്കുന്നുണ്ടാവും. ഇവരുടെ റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങളുണ്ടാവും. ഭാര്യയുമായിട്ട് ഒരു ശരിയായ രീതിയിലുള്ള ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇവർക്ക് ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ ഭയങ്കര മടിയായിരിക്കും. എന്തെങ്കിലും ഒരു ഡെഡ് ലൈനൊക്കെ കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു അഡിക്ഷൻ കാരണം ഇവർ അനുഭവിക്കുന്നും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ ആണ് നിങ്ങളെങ്കിൽ മനസ്സിലാക്കണം നിങ്ങൾ ഈ ഒരു പോൺ അഡിക്റ്റഡ് ആണ് എന്ന്. എന്തൊക്കെ ചെയ്തിട്ടും എങ്ങനെ തല കുത്തി മറിഞ്ഞിട്ടും ഈ ഒരു വീഡിയോ കാണാതിരിക്കാനോ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യാതിരിക്കാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിലും മനസ്സിലാക്കുക നിങ്ങളൊരു പോൺ അഡിക്റ്റഡ് ആണ് എന്ന്. പല കാരണങ്ങളാലുമാണ് ആൾക്കാർ ഇങ്ങനെ ഒരു പോൺ അഡിക്ഷനിലേക്ക് എത്തിച്ചേരുന്നത്. ഈ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. കൂടുതലായിട്ട് എന്തെങ്കിലും സ്ട്രെസ്സോ അല്ലെങ്കിൽ സങ്കടങ്ങളോ ഇതേപോലെ എന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു തുടങ്ങും. പതിയെ പതിയെ ഇതൊരു അഡിക്ഷനായിട്ട് മാറും. ഇനി ചിലവർ പ്രത്യേകിച്ച് ഈ ടീനേജിൽ ബോർഡം, അതായത് ബോറടിക്കുന്ന സാഹചര്യങ്ങളിൽ ഇവരൊരു കൗതുകത്തിന് ഇങ്ങനെ കാണാനോ ചെയ്യാനോ തുടങ്ങും. പിന്നെ അത് ഇവർക്കൊരു ശീലമായിട്ട് മാറുകയാണ്. പ്രത്യേകിച്ച് ഈ ഞാൻ പറഞ്ഞല്ലോ ടീനേജ് ആയിട്ടുള്ള കുട്ടികളിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് മൊബൈൽ, ലാപ്ടോപ്പ്, ഇൻ്റർനെറ്റൊക്കെ ഇവരുടെ കൈത്തുമ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ വലിയ പ്രയാസമൊന്നും ഇല്ല. ഒരു കൗതുകത്തിനായിരിക്കും ഇവരിത് ചെയ്തു തുടങ്ങുന്നത്, പക്ഷെ പിന്നെ ഇതിലേക്കൊരു അഡിക്റ്റഡ് ആയിട്ട് മാറും. മൂന്നാമതായിട്ട് ഇങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടാവാനുള്ളൊരു കാരണം റിലേഷൻഷിപ്പിൽ, അതായത് സെക്ഷൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഒരു സാറ്റിസ്ഫൈ ആവാണ്ടിരിക്കുമ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പോൺ വീഡിയോസ് കണ്ട് സ്വയംഭോഗം ചെയ്യാൻ തുടങ്ങും. പതിയെ പതിയെ ഇതും ഒരു അഡിക്ഷനിലേക്ക് എത്തുന്നതാണ്. നിങ്ങളിൽ ഇപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഇത് ഒന്നോ രണ്ടോ തവണയൊക്കെ അല്ലേ കാണുന്നത്, അത് അങ്ങനെ കാണുമ്പോൾ എങ്ങനെ ഒരു അഡിക്ഷനായിട്ട് മാറുന്നത് എന്നൊക്കെ. പക്ഷേ അങ്ങനെ സംശയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഈ മദ്യപാനികൾ അവർ മദ്യം കഴിച്ച് തുടങ്ങുന്നത് ഒരു ചെറിയ എമൗണ്ടിലാണ്. ഈ ചെറിയ എമൗണ്ടിൽ അവർ തുടരെ കഴിക്കുമ്പോൾ അവരുടെ ഡോപ്പമൈൻ്റെ ലെവല് നോർമലായിട്ട് നിൽക്കുന്ന ഡോപ്പമൈൻ ലെവലിൽ നിന്ന് കുറച്ച് കൂടുതൽ റൈസായി തുടങ്ങും. പിന്നെ ഈ റൈസായ ഡോപ്പമൈൻ ലെവലിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആയിരിക്കും പിന്നെ ഇവർക്ക് ആവശ്യം. അതിന് വേണ്ടിയിട്ട് ഇവരുടെ മദ്യത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടും. അതേപോലെ തന്നെയാണ് ഈ ഒരു പോൺ വീഡിയോസ് കാണുന്നതിലും നടക്കുന്നത്. ആദ്യം ഒരു ലൈറ്റായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കണ്ടു തുടങ്ങുന്നത്, പിന്നെ ഇത് മതിയാവാണ്ട് വരും. പിന്നെ കൂടുതൽ സെൻഷ്വലായിട്ടുള്ള വീഡിയോസ് സെർച്ച് ചെയ്ത് കാണാൻ തുടങ്ങും. അങ്ങനെ പതിയെ പതിയെ ആ ഒരു ഡോപ്പമൈൻ ലെവൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും സെൻഷ്വലായിട്ടുള്ള വീഡിയോസ് കാണേണ്ടി വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു കാരണത്താലാണ് ഈ കാലഘട്ടത്തിൽ പോക്സോ
കേസുകളൊക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഈ ഒരു പോൺ അഡിക്ഷനാണ് ഇതിൻ്റെ കാരണം. ഇങ്ങനെ അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ? ചിലപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് ആൾക്കാർ ചോദിച്ചേക്കാം, ഡോക്ടറെ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ്, പക്ഷേ ഇതിനെ കൊണ്ട് എനിക്കൊരു പ്രശ്നമൊന്നും ഇല്ലല്ലോ, അങ്ങനെയൊക്കെ ആർക്കെങ്കിലും സംശയങ്ങൾ തോന്നാം. പക്ഷേ മനസ്സിലാക്കേണ്ടത് ഇത് പെട്ടെന്നല്ല ഇതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് വരുന്നത്. ഇത് പതിയെ പതിയെ ആണ് ഇതിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടാവുക. ആദ്യം തന്നെ ഉണ്ടാവുന്ന ഒരു റിയൽ ആയിട്ടുള്ള ഒരു നോർമൽ സെക്സ് ലൈഫ് ഇവർക്ക് ആസ്വദിക്കാൻ പറ്റില്ല. കാരണം ഇവർക്ക് ഭാര്യയുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു താല്പര്യം കുറഞ്ഞു വരും. ഭാര്യയ്ക്ക് താല്പര്യം ഉണ്ടാവും, പക്ഷേ ഇവർക്ക് ആ ഒരു റിയൽ ആയിട്ടുള്ള സെക്ഷൽ കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് പറ്റില്ല. ഇവർക്ക് ഉദ്ധാരണം നടക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ സ്ഖലനം പെട്ടെന്ന് പോകും, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പതിയെ പതിയെ ഇതൊരു ദാമ്പത്യ പ്രശ്നത്തിലേക്കും എത്തിക്കും. ഇവർക്കാണെങ്കിൽ ഈ ഒരു സ്വയംഭോഗം ചെയ്യാണ്ട് ഒരു ദിവസം തുടങ്ങാൻ സാധിക്കില്ല. പക്ഷേ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും, അതായത് ക്ഷീണം, ഒന്നിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ, പിന്നെ അതുപോലെ തന്നെ മുടി കൊഴിയുക, ശരീരം മെലിഞ്ഞ് വരിക, പിന്നെ എല്ലാത്തിനും പുറമെ ഇത് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ആലോചിച്ചിട്ടില്ല ഒരു കുറ്റബോധം ഉണ്ടാകും. ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ കൂടുതൽ പോൺ വീഡിയോസ് കണ്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അനുഭവിക്കുന്ന വേറൊരു പ്രശ്നം, ഇവർക്ക് ഓർഗാസം ലേറ്റ് ആയിരിക്കും. അതും ആലോചിക്കുന്നുണ്ടോ, അതൊരു നല്ല കാര്യമല്ലേന്ന്. പക്ഷേ ഇവർക്ക് ആ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് രതിമൂർച്ചയിലേക്ക് എത്താൻ കുറേ സമയം എടുക്കുന്നുണ്ടാവും. ഇതൊരു നല്ല കാര്യമല്ലേ എന്ന് ചിന്തിക്കുന്നവർക്ക്, അത് അങ്ങനെ അനുഭവിക്കുന്ന ആൾക്കാർക്കേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രശ്നം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് നോക്കാം ഈ അഡിക്ഷൻ മാറ്റാൻ നിങ്ങളെ സഹായിക്കുന്ന ചില വഴികൾ. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ ഒരു നല്ല സുഹൃത്തിനോടോ അല്ലെങ്കിൽ പാർട്ട്ണറോടോ തുറന്ന് സംസാരിക്കലാണ്. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്താൽ തന്നെ ആ ഒരു നിമിഷം നിങ്ങൾ ഇത് മാറ്റാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ പറയുന്ന ആ ഒരു സുഹൃത്ത് നിങ്ങളെ ഇതിന് സഹായിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അല്ലാണ്ട് അത് പ്രശ്നമല്ലടാ നീ കണ്ടോ എന്ന് പറയുന്ന ഒരാളാവരുത്. പിന്നെ ചെയ്യേണ്ടത്, പോൺ വീഡിയോസ് കാണാനില്ല എല്ലാ സാഹചര്യങ്ങളും, അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യാനില്ല എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കുക എന്നാണ്. ഇപ്പോൾ പല ടെലിഗ്രാമിലും ഗ്രൂപ്പുകളിലും ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ഷെയർ ചെയ്യുന്ന കുറേ ഫ്രണ്ട്സ് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരെയൊക്കെ ബ്ലോക്ക് ചെയ്യാന്നാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് ആ ഒരു ട്രിഗർ, നമുക്ക് കിട്ടുന്ന ആ ഒരു ട്രിഗർ എവിടെ നിന്നാണോ ആ ഒരു ട്രിഗർ കിട്ടുന്നത്, ആ ഒരു സ്ഥലം നമ്മൾ ഒഴിവാക്കുക എന്നാണ് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ചില ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതായത് ഇങ്ങനത്തെ സൈറ്റുകളെ നമുക്ക് ലോക്ക് ചെയ്യാൻ സഹായിക്കുന്നത്. ഈ ഒരു സൈറ്റുകൾ നമുക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോസ് കാണാനുള്ള ടെൻഡൻസി കുറയും. പക്ഷേ ഇത് നമ്മൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലോക്ക് മാറ്റി നമുക്ക് കാണാം. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞ ആ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ ഈ ഒരു സൈറ്റുകൾക്ക് ലോക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഡൻസി വരുന്ന സമയത്ത് ഈ ഒരു ഫ്രണ്ടിൻ്റെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സൈറ്റിലേക്ക് കയറാൻ പറ്റുക. അങ്ങനത്തെ സെറ്റിങ്സ് ഇല്ല ആപ്പുകളുണ്ട്. അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് കുറേയൊക്കെ ഈ ഒരു പ്രവണതയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നാലാമതായിട്ട്, നമ്മൾ വെറുതെ ഇരിക്കുന്ന സാഹചര്യങ്ങൾ, അതായത് ഈ ബോറടിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും ഹോബീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പോർട്സ് ഗെയിംസോ ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. ഈ സ്പോർട്സ് ഗെയിംസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ
ലൈഫിനെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്യാനും ഇതുപോലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ബോറടിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു പ്രവണതയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ചില ഹോബീസോ കാര്യങ്ങളോ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ കാര്യം എനിക്ക് പറയാനുള്ളത് പ്രവാസികളായിട്ടുള്ള ആൾക്കാരോടാണ്. നമ്മുടെ ക്ലിനിക്കിൽ നമ്മൾ പേഷ്യൻസിന് എടുത്തു കഴിഞ്ഞാൽ തന്നെ മിക്ക ആളുകളും ഈ പ്രവാസികളായിട്ടുള്ള ആൾക്കാരാണ്, ഈ ഒരു പ്രശ്നം പറയുന്ന ആൾക്കാർ. ഇവരുടെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നതാണ്. എന്നിരുന്നാലും ഇങ്ങനത്തെ ഒരു സ്പോർട്സ് ഗെയിംസൊക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ആ ഒരു സെക്ഷൽ ടെൻഷനെ കുറക്കാൻ ഇത് ഒരുപാട് സഹായിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രവണതയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഒരു കൗൺസിലറെ കണ്ട് ഒരു സൈക്കോ തെറാപ്പി എടുക്കുക എന്നാണ്. അതിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നില്ലെങ്കിൽ മാത്രം ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ടേഷൻ എടുത്ത് മെഡിസിൻ എടുക്കുക. ഇത്രയുമാണ് ഈ ഒരു പോൺ വീഡിയോസ് കൂടുതലായി കണ്ട് അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും പിന്നെ ആ ഒരു പ്രവണതയെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ചില ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഞാൻ ഡോക്ടർ ഷിംന, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്.